മെത്രോപൊലിത്ത ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറൂസ് തിരുമേനിയെ ഏറ്റവും ആദരവോടുകൂടി തന്നെ ഔദ്യോഗികമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നെടുമാവ് വലിയ പള്ളിയുടെ വികാരി ഫാദർ കുര്യൻ സക്കറിയ പെരിയൂർമറ്റം, സഹവികാരി ഫാദർ ലെൻസൺ സക്കറിയ നടുതൊട്ടിയിൽ, നെടുമാവ് വലിയ പള്ളിയുടെ പ്രഥമ പോൾസിയൻ പുരസ്കാരം നേടിയ കണ്ടത്തിൽ യോഹന്നാൻ വർഗീസ്, പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർക്കും ഔദ്യോഗികമായ സർവീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ചടങ്ങുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു. കരുണാദ്ര സ്നേഹം ആകതാരിലലിയും ആത്മാവിനാനന്ദം നീ, കാവൽ വിളക്കായി എരിയണമുള്ളിൽ ചിരകാലമീ സ്നേഹനാളം. ഓരോ രാവും ഓരോ പകലും നിന്മാരിൽ ചാരുന്നു പൈതലായി, എന്നിൻ ഉള്ളിൽ നിൻ സ്നേഹരൂപം ആരാധന നിനക്കെന്നും. കരുണാദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിനാനന്ദം നീ. നമുക്കായി ഈശ്വര പ്രാർത്ഥന ആലപിച്ചത് ആൻസ മരിയയാണ്. ഔദ്യോഗികമായി തന്നെ ആൻസ മരിയ എന്ന മെടുക്കിക്കുട്ടിക്ക് നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്തതായി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി നെടുമാവ് വലിയ പള്ളിയുടെ ശതാബ്ദി ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജൻ ജോർജ് പണിക്കർ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും നെടുമാവ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ പേട്രനുമായ അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറൂസ് തിരുമേനി, നെടുമാവ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് ആവിഷ്കരിച്ച പ്രഥമ പോൾസിയൻ അവാർഡ് ജേതാവ് കണ്ടത്തിൽ യോഹന്നാൻ വർഗീസ്, നെടുമാവ് പള്ളിയുടെ വികാരി കുര്യൻ സക്കറിയ അച്ഛൻ, സഹവികാരി ലെൻസൺ സക്കറിയ അച്ഛൻ, ഇടവകയുടെ ഈ വർഷത്തെ ട്രസ്റ്റി അജു ജേക്കബ് സിമാണി, സെക്രട്ടറി എബി ജേക്കബ്, ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനർ ശ്രീ ജോസ് ഡാനിയൽ, ഇവിടെ എത്തിയിട്ടുള്ള വന്യ വൈദികരെ, റവറൻഡ് സിസ്റ്റേഴ്സ്, നെടുമാവ് പള്ളിയുടെ ശതാബ്ദിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ കടന്നു വന്നിട്ടുള്ള പ്രിയങ്കരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വിശ്വാസ സമൂഹമേ, കഴിഞ്ഞ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ തിരശ്ശീല ഇന്ന് വൈകുന്നേരത്തെ ഗാനസന്ധ്യയോടുകൂടി വീഴുകയാണ്. ഒരു വർഷം ഈ ശതാബ്ദി ആഘോഷം ഏതാണ്ട് 250 ദിവസങ്ങൾ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ടു. മെയ് 12-ാം തീയതി ഇടവകയിലെ മുതിർന്ന എല്ലാ വ്യക്തികളെയും വിളിച്ചുകൂട്ടി കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം, ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുന്നതിന് വേണ്ടി ഒരു ഓർമ്മ പൂക്കളം എന്ന പരിപാടിയോടെ കൂടിയാണ് ഈ ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം ഓഗസ്റ്റ് 25-ാം തീയതി നെടുമാവ് ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും ഇടവകയിലേക്ക് വിളിച്ച് ആദരിച്ച് ഇടയർക്കൊപ്പം എന്ന 2ാമത്തെ പ്രോഗ്രാം നടക്കപ്പെടുകയുണ്ടായി. പിന്നീട് നടന്നത് ഓഗസ്റ്റ് 15-ാം തീയതി നെടുമാവ് ഇടവകയിൽ നിന്ന് ഭാരതത്തിൻ്റെ കാവൽഭടന്മാരായി സേവനമനുഷ്ഠിച്ച ജവാന്മാരെ ആദരിക്കുകയും അവർക്ക് മംഗളങ്ങൾ നേരുകയും ചെയ്തു. പിന്നീട് നെടുമാവ് പള്ളിയുടെ സൺഡേ സ്കൂളിൽ അധ്യാപകരായി സേവനമനുഷ്ഠിച്ച മുഴുവൻ ഗുരുക്കന്മാരെയും ഓർക്കുകയും ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും ആദരവുകൾ സമർപ്പിക്കുകയും ചെയ്തു. വീണ്ടും നവംബർ 10-ാം തീയതി നെടുമാവ് വലിയ പള്ളിയുടെ വിവിധ കാലഘട്ടങ്ങളിൽ ട്രസ്റ്റിയായും സെക്രട്ടറിയായും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായും പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഡിസംബർ 8-ാം തീയതി നെടുമാവ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിലെ വനിതാ സമാജം പ്രവർത്തകരെ, മർത്തസമാജം പ്രവർത്തകരെ
പൂർവ്വ പ്രവർത്തകരെയും ഇപ്പോഴത്തെ പ്രവർത്തകരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഡിസംബർ 22-ാം തീയതി നെടുമാവ് പള്ളിയിൽ നിന്ന് വിവാഹിതരായി വിവിധ ദേവാലയങ്ങളിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കും പോയിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും തിരികെ വരുത്തുകയും അവർക്ക് ആദരവുകളും സമ്മാനങ്ങളും കൊടുത്തു. ജനുവരി 5-ാം തീയതി ഒരു യുവജനോത്സവം സംഘടിപ്പിച്ചു. പ്രവാസി സംഗമം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അമേരിക്കയിലും UK-യിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യത്തും നടത്തുകയുണ്ടായി. അതിൻ്റെ സമാപനം ഈ കഴിഞ്ഞ 16-ാം തീയതി പള്ളിയിൽ വെച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഇടവകാംഗങ്ങളായ പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവാസി സംഗമത്തിൻ്റെ ഫൈനലും നടത്തുകയുണ്ടായി. നമുക്കറിയാം, ഈ നാട് എന്ന് പറയുന്നത് ഒരു കാർഷിക പ്രദേശമാണ്. നെടുമാവ് പള്ളി പടുത്തുയർത്തിയത് ഈ പ്രദേശത്തെ കർഷക പ്രമുഖരാണ്. അതുകൊണ്ട് കർഷക പ്രമുഖരെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമും നെടുമാവ് പള്ളി നടത്തുകയുണ്ടായി. കർഷകരെ ആദരിക്കുകയും അതുപോലെ തന്നെ ഈ ശതാബ്ദിയുടെ സ്മാരകമായി എല്ലാ വീടുകളിലും ഒരു മാവിൻ തൈ കൊടുക്കുകയും നടുമാവ് എന്ന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. കൂടാതെ അടുക്കളത്തോട്ട പദ്ധതി, മികച്ച കർഷകരെ ആദരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഈ ഒരു വർഷക്കാലം നടത്തുകയുണ്ടായി. നെടുമാവ് ഇടവകയെ സംബന്ധിച്ച് അതിൻ്റെ തുടക്കം മുതൽ സാമൂഹിക പ്രതിബദ്ധത ഏറെ നിലനിർത്തിയിരുന്ന ഒരു ഇടവകയാണ്. അതുകൊണ്ട് തന്നെ ആ ഇടവക കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്തു. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ പുളിക്കൽ കവലയും പരിസര പ്രദേശങ്ങളും ബഹുമാനപ്പെട്ട വികാരിമാരോടൊപ്പം ഇവിടുത്തെ ശതാബ്ദി കമ്മിറ്റി അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സജീവമായി പങ്കെടുത്ത് ഒരു ശ്രമദാനം സംഘടിപ്പിക്കുകയുണ്ടായി. കൂടാതെ അവർ വ്യക്തിത്വ വികസന ക്ലാസ്സുകളും ക്യാമ്പുകളും നെടുമാവ് പള്ളിയുടെ സമീപത്തുള്ള സെയിൻറ്റ് പോൾസ് ഹൈസ്കൂളിലും അതുപോലെ തന്നെ ആനിക്കാട് NSS ഹൈസ്കൂളിലുമൊക്കെ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ ക്രമീകരിക്കുകയുണ്ടായി. കൂടാതെ ഒരു വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് നെടുമാവ് പള്ളി അങ്കണത്തിൽ നടത്തുകയും ഈ സമീപ പ്രദേശങ്ങളിൽ മറ്റ് 3 ക്യാമ്പുകൾ കൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ ശതാബ്ദി കമ്മിറ്റി ക്രമീകരിക്കുകയുണ്ടായി. ഇനിയും ഒക്ടോബർ 12-ാം തീയതി പിതാക്കന്മാരുടെ കബറടങ്ങിയിരിക്കുന്ന പാമ്പാടി വലിയ പള്ളിയിൽ നിന്ന് ഒരു കെടാവിളക്ക് കഴിഞ്ഞ 100 ദിവസമായി പള്ളി അങ്കണത്തിൽ ഇപ്പോഴും കത്തി നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ സ്മരിക്കുകയും അവരോടുള്ള നന്ദി ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായ നെടുമാവ് പള്ളി തങ്ങളുടെ പൂർവികന്മാർ ഈ സഭയ്ക്ക് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് കൂനൻ കുരിശ് പള്ളിയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുകയും അന്ന് പിതാക്കന്മാർ പിടിച്ച ആ കയറിൽ വീണ്ടും പിടിച്ചുകൊണ്ട് മലങ്കര സഭയോടുള്ള കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് നടന്നത് പോൾസ്യൻ കുടുംബ സംഗമങ്ങളാണ്. ഈ ശതാബ്ദിയോടനുബന്ധിച്ച് ഇടവകയുടെ 4 പ്രദേശങ്ങളിൽ കുടുംബ സംഗമങ്ങൾ ക്രമീകരിക്കുകയും നാളിതുവരെയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ കൺവെൻഷൻ പള്ളി അങ്കണത്തിൽ ക്രമീകരിക്കുകയുണ്ടായി. ക്രിസ്മസിനോടനുബന്ധിച്ച് മഞ്ഞ് പെയ്യുന്ന രാവിൽ എന്ന പ്രോഗ്രാമും ജനുവരി 4-ാം തീയതി കല്ലിട്ട പെരുന്നാളും പള്ളിയിൽ നടത്തുകയുണ്ടായി. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് പ്രണാമം എന്ന ഒരു പ്രോഗ്രാം നാളിതുവരെയും നെടുമാവ് പള്ളിയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം സ്മരിച്ചുകൊണ്ട് ജനുവരി 5-ാം തീയതി ഒരു വലിയ പ്രണാമ പ്രക്രിയ നെടുമാവ് പള്ളി അങ്കണത്തിൽ നടക്കുകയുണ്ടായി. ഇത്തരം പ്രോഗ്രാമുകളിലെല്ലാം ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടായിരുന്നു. പിന്നീട് ആത്മീയ സംഘടനാ വാർഷികം, പെരുന്നാൾ പ്രദക്ഷിണം, വാർഷിക പെരുന്നാൾ എന്നിവയും നടത്തപ്പെട്ടു. ഈ പ്രോഗ്രാമുകൾക്കെല്ലാം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി, ദെമത്രിയോസ് തിരുമേനി, സേവറിയോസ് തിരുമേനി എന്നീ തിരുമേനിമാരും മന്ത്രിമാരായ ശ്രീ VN വാസവൻ, ശ്രീ പ്രസാദ്, മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ചീഫ് വിപ്പ് N ജയരാജ് MLA, ചാണ്ടി ഉമ്മൻ MLA, MP-മാരായ ആൻറ്റോ ആൻ്റണി, ഫ്രാൻസിസ് ജോർജ്, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് മെമ്പർമാർ
എന്നിവർ നേതൃത്വം നൽകിയെന്നത് ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. ഇതുകൂടാതെ നെടുമാവ് പള്ളിയെ സംബന്ധിച്ച് ഈ ശതാബ്ദിയുടെ ഭാഗമായി ഒരു പോൾസിയൻ ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ചു. ഭവനരഹിതരായ ആളുകൾക്ക് ഭവനം നൽകുന്നതിന് വേണ്ടി നെടുമാവ് പള്ളിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഭവന നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം പൂർണ്ണ സോളാർ വൈദ്യുതിയുടെ ക്രമീകരണത്തിന് വേണ്ടി ഒരു സോളാർ പദ്ധതിയും ആവിഷ്കരിച്ചു. ശതാബ്ദിയുടെ സ്മാരകമായി നെടുമാവ് പള്ളിയുടെ പ്രധാന സ്ഥലത്ത് പോൾസിയൻ കവാടം തീർക്കുകയുണ്ടായി. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ആവിഷ്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത് നെടുമാവ് പള്ളിയിലെ ഒരു പറ്റം ചെറുപ്പക്കാരടങ്ങുന്ന ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഈ കമ്മിറ്റിയെ നിയന്ത്രിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നേതൃത്വവും നൽകിയത് ചെറുപ്പക്കാരായ 2 വൈദികരാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുര്യൻ സക്കറിയ അച്ഛനും ലെൻസൺ അച്ഛനും. ഈ 2 ആളുകളുടെ കീഴിൽ അജു ജേക്കബ് സീമാണിയും എബി ജേക്കബും അതുപോലെ തന്നെ ജോഷി അടക്കമുള്ള ചെറുപ്പക്കാരായ കമ്മിറ്റിക്കാരാണ് ഈ പ്രോഗ്രാമുകൾക്കെല്ലാം നേതൃത്വം നൽകിയത്. തീർച്ചയായും നെടുമാവ് പള്ളിയെ സംബന്ധിച്ച് കഴിഞ്ഞ 250 ദിവസം അഹോരാത്രം പണിയെടുത്താണ് ഈ കുട്ടികൾ ഈ പ്രോഗ്രാം ഇത്രമാത്രം വിജയകരമായി പര്യവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും അവരുടെ ഈ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛൻ ഇന്നലെ ശതാബ്ദിയോടനുബന്ധിച്ച് പബ്ലിഷ് ചെയ്ത സപ്ലിമെൻറ്റിൽ കുറിച്ച ഒരു വാചകം മാത്രം ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചത്: പാലാഴി മദനം ചെയ്യുമ്പോൾ അവിടെ കാളകൂടവും ഉണ്ടാവും, അമൃതമുണ്ടാവും. നിങ്ങൾ കാളകൂടത്തെ മറക്കുക, അമൃതിനെ ഓർക്കുക. ചെറിയ ചെറിയ പിഴവുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. ഏറ്റവും മനോഹരമായി 1 വർഷം നീണ്ടുനിന്ന ഈ പദ്ധതികൾ ആവിഷ്കരിച്ച ഈ അടങ്ങുന്ന ഈ മാനേജിംഗ് കമ്മിറ്റിയെയും ശതാബ്ദി കമ്മിറ്റിയെയും അനുമോദിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇന്ന് ഈ ശതാബ്ദിയുടെ അവസാന ഭാഗമായി ഒരു സാംസ്കാരിക സമ്മേളനം ഇവിടെ നടക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടാണ് വാഴൂർ എന്ന് പറയുന്നത്. ഇവിടെ മതേതരത്വവും മതസൗഹാർദ്ദവും ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഒരിക്കൽ പോലും ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം വിശാല മനസ്കതയോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളും, ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിമുകളുമെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് വാഴൂർ എന്ന് പറയുന്നത്. ഈ വാഴൂരിന് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നെടുമാവ് പള്ളി അടക്കമുള്ള ഈ പ്രദേശത്തെ ദേവാലയങ്ങളാണ്, ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങളാണ്, ഈ പ്രദേശത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്, ഈ പ്രദേശത്തെ സാമുദായിക സംഘടനകളാണ്. നോവൽറ്റി ക്ലബ്ബും YMCA ഒക്കെ അടക്കമുള്ള സാംസ്കാരിക സംഘടനകൾ ഏറെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രദേശം ഒരു മതസൗഹാർദ്ദ വേദിയായി മാറിയിട്ടുള്ളത്. രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ, മതബോധവും രാഷ്ട്രീയ ബോധവും ഞങ്ങൾക്കുണ്ട് എങ്കിലും ഞങ്ങൾ ഒരിക്കലും അതിന് പേരിൽ സ്പർദ്ധയുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല. ഏറ്റവും സൗഹൃദമായ ഒരു അന്തരീക്ഷം ഈ പ്രദേശത്ത് നിലനിൽക്കുമെങ്കിൽ അതിന് കാരണക്കാർ ഇവിടുത്തെ മതസ്ഥാപനങ്ങളാണ് എന്ന് എടുത്തു പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇന്ന് ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് കടന്നു വരാം എന്ന് സമ്മതിച്ചിരുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. നമുക്കറിയാം, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഇന്നലെ ഇടവകയിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനുശേഷം തിരുമേനിക്ക് കോഴിക്കോട്ട് നടക്കുന്ന ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ആ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ വിഭാഗത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പരിശുദ്ധ ബാവ തിരുമേനിയാണ് പങ്കെടുത്തത്. പരിശുദ്ധ ബാവ തിരുമേനി ഈ പൊതുസമൂഹം അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതിന് വലിയ ഒരു സാക്ഷ്യമാണത്. വാഴൂരിനെ സംബന്ധിച്ച് വാഴൂരിൻ്റെ പ്രിയപുത്രനാണ് പരിശുദ്ധനായ കാതോലിക്ക ബാവ തിരുമേനി. ഇന്ന് ഒരു വിശ്വപൗരനായി അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരങ്ങൾ അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അനവധി നേട്ടങ്ങൾ കൈവരിച്ച വാഴൂരിൻ്റെ അഭിമാനമാണ് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. പരിശുദ്ധ തിരുമേനി ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വൈകിയെങ്കിലും എത്തുന്ന അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ശതാബ്ദി കമ്മിറ്റിയുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറൂസ് തിരുമേനിയാണ് ഈ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ പേട്രനായി പ്രവർത്തിക്കുന്നത്. ഈ ശതാബ്ദി എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കഴിഞ്ഞ ദിനങ്ങളിൽ അഭിവന്യ തിരുമേനി നൽകിയിട്ടുണ്ട്.
അഭിനന്ദ തിരുമേനിയുടെ ശിഷ്യന്മാരാണ് 2 വികാരിമാർ. അവർക്ക് ചെവിക്ക് പിടിക്കേണ്ട സമയങ്ങളിൽ ചെവിക്ക് പിടിച്ചും ചിരിച്ചു കാണിക്കേണ്ട സമയത്തിൽ ചിരിച്ചു കാണിച്ചും ഈ 2 പേരെയും അഭിമന്യ തിരുമേനി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ ശതാബ്ദി വിജയിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്നു. അഭിമന്യ പിതാവ് കുണ്ട്രയിലാണ് ജനിച്ചതെങ്കിലും ജന്മം കൊണ്ട് കുണ്ട്രക്കാരനാണെങ്കിലും ഇന്ന് കോട്ടയംകാരനാണ്. 2015 മുതൽ ഈ ഭദ്രാസനത്തിന് വേണ്ട നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയെ നെടുമാവ് ഇടവകയുടെ ശതാബ്ദി കമ്മിറ്റിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന സർവ്വജനങ്ങളുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ നമുക്കൊരു വിശിഷ്ടാതിഥിയുണ്ട്. ശ്രീ യോഹന്നാൻ വർഗീസ് കണ്ടത്തിൽ ഒരു വ്യവസായ പ്രമുഖനാണ്, ഒരു വലിയ സാമൂഹിക സേവകനാണ്. ഇന്ന് വിദേശത്തും നാട്ടിലും നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യോഹന്നാൻ വർഗീസ് ഈ പ്രദേശത്ത് കാണുന്ന പല വികസന പദ്ധതികൾക്കും അദ്ദേഹം നേരിട്ടും അല്ലാതെയും വേണ്ട സൗകര്യങ്ങളും സേവനങ്ങളും നൽകിയിട്ടുണ്ട്. നിങ്ങളിവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ അവിടെ കാണാം സെയിൻറ്റ് പോൾസ് ഹൈസ്കൂളിൻ്റെ ഒരു സ്റ്റാഫ് റൂം. പ്രിയപ്പെട്ട യോഹന്നാൻ വർഗീസ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്കായി ഈ സ്കൂളിന് നൽകിയിട്ടുള്ളതാണ്. ഇതേപോലെയുള്ള നിരവധി ആതുര സേവന പ്രവർത്തനങ്ങൾ ശ്രീ യോഹന്നാൻ വർഗീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നെടുമാവ് പള്ളി കാണുകയും കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ യോഹന്നാൻ വർഗീസിന് നെടുമാവ് പള്ളിയുടെ ശതാബ്ദി സ്മാരകമായി ആദ്യമായി ആരംഭിച്ച പോൾസിയൻ പുരസ്കാരം, പ്രഥമ പോൾസിയൻ പുരസ്കാരം ഇന്ന് ബഹുമാനപ്പെട്ട യോഹന്നാൻ വർഗീസിന് ഇന്നലെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നൽകുകയുണ്ടായി. തീർച്ചയായും ശ്രീ യോഹന്നാൻ വർഗീസ് ഞങ്ങളോടൊപ്പം അങ്ങ് പങ്കുചേരുമ്പോൾ ഞങ്ങളേറെ സന്തോഷിക്കുന്നു. ഈ ശതാബ്ദിയുടെ ഭാഗമാകുവാൻ അങ്ങയെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ശ്രീ യോഹന്നാൻ വർഗീസിനെയും വളരെ സന്തോഷത്തോടു കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ 2 വികാരിമാർ ബഹുമാനപ്പെട്ട കുര്യൻ സക്കറിയാച്ചനും ലെൻസൺ അച്ഛനും കഴിഞ്ഞ ഒരു വർഷക്കാലം കഠിനാധ്വാനം ചെയ്താണ് ഇതിനാവശ്യമായ പണം സമാഹരിച്ചത്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്, വിവിധ പ്രോഗ്രാമുകൾ സമയാധിഷ്ഠിതമായി നടപ്പാക്കുന്നതിന് ഏറെ കഷ്ടപ്പെട്ടുള്ള 2 പേരാണ്. 2 പേരെയും ഞാൻ ഒന്നിച്ച് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ട്രസ്റ്റി അജു ജേക്കബ് സിമാണി, സെക്രട്ടറി എബി ജേക്കബ്, അതുപോലെ തന്നെ ജോയിൻറ്റ് കൺവീനറായി പ്രവർത്തിക്കുന്ന ജോസ് ഡാനിയൽ, അന്ത്രയോസ്, ജോർജ് കുട്ടി അന്ത്രയോസ്, എല്ലാ ആളുകളെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള വൈദിക ശ്രേഷ്ഠരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, പൗരപ്രമുഖരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഈ പ്രദേശത്തുള്ള വിവിധ ദേവാലയങ്ങളിലെ ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, വിവിധ സ്ഥാപനങ്ങളിലെ ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ വന്നിട്ടുണ്ട്. മുഴുവൻ പേരെയും പേരെടുത്ത് നെടുമാവ് പള്ളിയുടെ ശതാബ്ദിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഇന്ന് നമ്മളെ എല്ലാവരെയും ഇവിടെ കൂടി വരുവാൻ കാരണമായത് സ്റ്റീഫൻ ലെവസി എന്ന് പറയുന്ന പ്രശസ്ത ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ ടീമും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. സ്റ്റീഫൻ ലെവസിയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ അത്യന്തം നിങ്ങളുടെ സഹകരണവും സഹായവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹൃദ്യമായ വാക്കുകളാൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ രാജൻ ജോർജ് പണിക്കർ അവരുകൾക്ക് നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനോടൊപ്പം നെടുമാവ് വലിയ പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ച നിരവധി പരിപാടികളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. വളരെയധികം നന്ദി സർ. അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ അപ്രതീക്ഷിതമായി മഴ പെയ്തത് ഇവർക്കും ഒരു സൗകര്യമുണ്ടാക്കി എന്നത് മനസ്സിലാക്കുന്നു. അതിന് ക്ഷമ ചോദിക്കുകയാണ്. അതോടൊപ്പം ഇനി മഴ പെയ്യുകയാണെങ്കിൽ ദയവായി ആരും തിരക്ക് കൂട്ടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം കുട്ടികളെല്ലാവരും പങ്കെടുക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് മഴ പെയ്യുകയാണെങ്കിൽ ദയവായി തിരക്ക് കൂട്ടാതെ സൈഡിലേക്കോ ബാക്കിലേക്കോ നീങ്ങി നിൽക്കാനായിട്ട് ഏവരോടും അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം മഴ എന്നത് ഇപ്പോഴും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി തന്നെ തുടരുകയാണ്. അടുത്തതായി ഈ സാംസ്കാരിക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശതാബ്ദി ആഘോഷങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയായ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറിസ് തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.
ബഹുമാനപ്പെട്ട വലിയ വികാരി, കൊച്ചു വികാരി, ഇവിടെ ആയിരിക്കുന്ന മറ്റു വൈദികരെ, നമ്മുടെ ഇന്നത്തെ ആദരവ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട യോഹന്നാൻ വർഗീസ് കണ്ടത്തിൽ, സ്വാഗതം അരുളിയ പ്രൊഫസർ ഡോക്ടർ ജോർജ് രാജൻ ജോർജ് പണിക്കർ, ഇടവയുടെ കൈസാനി പ്രിയപ്പെട്ട അജു ജേക്കബ് മാണി, സെക്രട്ടറി എബി ഫിലിപ്പ്, ഇടവയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ശതാബ്ദിയുടെ ചുമതലക്കാരെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദേശനിവാസികളെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ പരിശുദ്ധ ബാവാ തിരുമേനിക്ക് വേണ്ടി ശതാബ്ദിയുടെ സാംസ്കാരിക സമ്മേളനം നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാവാ തിരുമേനി കഴിഞ്ഞ 2-3 ദിവസമായി നല്ല യാത്രയിലാണ്. ഇന്നലെ രാവിലെ നമ്മുടെ പള്ളിയിൽ വന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് പോയത് വളരെ ദൂരെയുള്ള കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നിന്ന് തിരിച്ച് കുണ്ട്രയിലേക്കാണ് പോയത്. കുണ്ട്രയിൽ നിന്ന് പിന്നെ പോയത് പുത്തൂരേക്കാണ്. ദീർഘയാത്രകൾ ചെയ്ത് വല്ലാത്ത ക്ഷീണം തിരുമേനിക്ക് വന്നു എന്നതുകൊണ്ട് പരിമലയിൽ കുറച്ച് വിശ്രമിക്കാം എന്ന് വിചാരിച്ച് തിരുമേനി പ്രവേശിച്ചതാണ്. അതുകൊണ്ട് തിരുമേനി എന്നെ വിളിച്ചു പറഞ്ഞു, തിരുമേനിക്ക് വേണ്ടിക്കൂടി കാര്യങ്ങളങ്ങ് ചെയ്യണം എന്ന് പറഞ്ഞു. തിരുമേനിയുടെ പ്രാർത്ഥനയും ആശംസയും ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ അധികമായി ഒന്നും തന്നെ പ്രസംഗിക്കുന്നില്ല. കാരണം നിങ്ങൾക്കിന്ന് എൻ്റെ പ്രസംഗമല്ല കേൾക്കാൻ ഉള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ടാണ് മഴ പെയ്തിട്ട് എഴുന്നേറ്റ് പോകാതെ കുട ചൂടി വരെ നിങ്ങളിവിടെ ഇരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എൻ്റെ പ്രസംഗം മാത്രമേ ഇവിടുന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എപ്പോഴേ പോയേനെ. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അധികമായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. നെടുമാവ് സെൻറ്റ് പോൾസ് വലിയ പള്ളി മനോഹരമായി കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ ദേവാലയത്തിൻ്റെ ശതാബ്ദി ഈ ദേശത്തിൻ്റെ തന്നെ ഒരു നിറവാക്കി മാറ്റി എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൽ ഇടവയുടെ വികാരി കൊച്ചു പെരിയാർമറ്റ അച്ഛനെയും കൊച്ചു വികാരി ലെൻസൻസ് കറിയ അച്ഛനെയും ഇടവയുടെ കൈസാനി സെക്രട്ടറി തുടങ്ങി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ, ശതാബ്ദി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, ഇതിന് ചുമതലപ്പെട്ട എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറയട്ടെ എന്ന് കൂടുതൽ പ്രാർത്ഥിക്കുന്നു. ഈ ശതാബ്ദിയെ ദേശത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റുവാനായി നിങ്ങൾക്കിടയായി എന്നത് സന്തോഷകരമായി ഞാൻ കാണുകയാണ്. ഞാൻ ഇന്നലെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ വന്ന് നിങ്ങളോട് കുറച്ച് പ്രസംഗിച്ചിട്ട് പോയ ആളാണ്. ഇന്ന് രാവിലെ ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പണത്തോട് ചേർന്ന് ബലിയർപ്പണത്തിനകത്തും പുറത്തും പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നാണ് വിചാരം. രാജൻ ജോർജ് പണിക്കർ സാറിൻ്റെ കുടുംബക്കാരനാണ്. അദ്ദേഹം വളരെ ഭംഗിയായി സ്വാഗതമായിരുന്നു നിയോഗമെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മോട് പറയുകയുണ്ടായി. ഇനി അതിനപ്പുറമായി ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അടിവരയിട്ട് വീണ്ടും നിങ്ങളെ സ്നേഹത്തോടെ അഭിനന്ദിച്ചു കൊള്ളട്ടെ. തുടർന്നും മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ ഒരല്പം താമസിച്ചാണ് ഈ വൈകിട്ട് ഇങ്ങോട്ട് വന്നത്. അതിന് കാരണം നമ്മുടെ ഒരു ദേവാലയത്തിൽ ഒരു കല്ലടിയിൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്കൊരു മരണ വീട്ടിൽ കയറി പ്രാർത്ഥിക്കേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ താഴെ വന്നപ്പോൾ വികാരിയോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന്. കാറിലിരുന്നുകൊണ്ട് എൻ്റെ ഡ്രൈവറാണ് ചോദിച്ചത്, അച്ഛാ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. വികാരി ഒരു നല്ല മറുപടിയാണ് തന്നത്, മേലോട്ടാണ് പോകേണ്ടത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ആകപ്പാടെ പറയാൻ ഈ ഒരു വിഷയമേ ഉള്ളൂ. നമ്മളെല്ലാവരും പോകേണ്ടത് എവിടേക്കാണ്? മുകളിലേക്കാണ്. നമ്മൾ ഏത് ആഘോഷങ്ങൾ നടത്തിയാലും എന്ത് പരിപാടി ആസൂത്രണം ചെയ്താലും അത് മനോഹരമായിരിക്കണം. ഒരു പടി കൂടി മുകളിലേക്ക് ഉയർന്ന് പൊങ്ങുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് ആയിരിക്കണം എന്നുള്ളതാണ്. വികാരിയെ കോട്ട് ചെയ്തു പറഞ്ഞ്
നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ തീർത്ഥാടകരാണ്. ക്രിസ്ത്യാനികൾ തീർത്ഥാടകരായി യാത്ര ചെയ്ത് ഉയരങ്ങളിലുള്ള ദേവാലയത്തെ നോക്കി മനോഹരമായി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കി മനോഹരമായി യാത്ര ചെയ്യുവാൻ നെടുമാവ് സെൻറ്റ് പോൾസ് ഇടവഹിക്കും. നമ്മുടെ ഇവിടെയുള്ള എല്ലാ ദേവാലയങ്ങൾക്കും, അത് രാജൻ ജോർജ് മണിക്കർ സാറ് പറഞ്ഞല്ലോ, ക്ഷേത്രങ്ങൾ, അഥവാ മോസ്കുകൾ, ദേവാലയങ്ങൾ, ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുപോലെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെടുമാവ് സെൻറ്റ് പോൾസ് പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ മതസഹിഷ്ണുതയും മതസാഹോദര്യവും സൗഹാർദ്ദവും സ്നേഹബന്ധവും കൂടുതൽ ഊഷ്മളതയോടെ നയിച്ച് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നന്മകൾ നേരുന്നു. സ്റ്റീഫൻ ദേവസിയയുടെ ഗ്രൂപ്പിൻ്റെ പാട്ട് കേട്ട് സന്തോഷത്തോടെ പോകുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ച് നിങ്ങളോടെല്ലാം സ്നേഹം ഒന്നുകൂടി പ്രകടിപ്പിച്ച് പരിശുദ്ധ ബാബാ തിരുമേനിക്ക് വേണ്ടിയുള്ള അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സരസമായി തന്നെ എന്നിരുന്നാലും അർത്ഥവത്തായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട തിരുമേനി നമ്മളോട് പങ്കുവച്ചത്. നെടുമാവ് വലിയ പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായ സാംസ്കാരിക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിൽ ബഹുമാനപ്പെട്ട തിരുമേനിയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി വളരെയധികം വിശിഷ്ടമായൊരു ചടങ്ങിനാണ് ഇനി നമ്മൾ വേദിയിൽ സാക്ഷ്യം വഹിക്കുവാനായി പോകുന്നത്. നിറവാർന്ന നന്മകളുടെ ഒരു നൂറ്റാണ്ടിൻ്റെ നിറവിൽ ഒരു ദേശത്തിൻ്റെ ആകെ പ്രാർത്ഥനകളെ സാർത്ഥകമാക്കുന്ന നമ്മുടെ ദേവാലയം നെടുമാവ് വലിയ പള്ളി. ഈ പള്ളിയുടെ നാൾവഴികളെ പറ്റി ഞങ്ങളൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരുന്നു. അടുത്തതായി ഈ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനമാണ്. അതിനായി ഒരിക്കൽ കൂടി ബഹുമാനപൂർവ്വം ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറസ് തിരുമേനിയെ ആദരപൂർവ്വം തന്നെ ക്ഷണിക്കുകയാണ് ഡോക്യുമെൻ്ററി പ്രകാശനം നിർവഹിക്കുന്നതിനായി. ഇത് വാഴൂർ ദേശത്തെ നെടുമാവ് പള്ളിയുടെ ചരിത്രം. കോട്ടയം രാജവംശത്തിലെ റാണി ലക്ഷ്മി തമ്പുരാട്ടിയുടെ കാലത്ത് വെങ്ങാലൂർ ചേരിക്കൽ എന്ന പ്രദേശം വടുതല നായന്മാരുടെ കൈവശമായിരുന്നു. പ്രകൃതി സമൃദ്ധമായ ഈ പ്രദേശത്ത് പുതു ക്രിസ്ത്യാനികളുടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നതിനാൽ പള്ളിക്കുന്ന് എന്നും അറിയപ്പെട്ടിരുന്നു. റാണിക്ക് കപ്പം കൊടുക്കാതിരുന്നതിന്റെ പേരിൽ രജിസ്ട്രാർ ഈ പ്രദേശം പണ്ടാരവക പാട്ടഭൂമിയായി ലേലത്തിന് വച്ചു. കുഴിമറ്റം പ്രദേശത്തെ താന്നിക്കൽ തറവാട്ടിലെ കാരണവർ എടുത്തു. ഭൂമി ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവായ പട്ടശ്ശേരിൽ ഉതുപ്പ് എബ്രഹാമിന് കൈമാറി. 1906 സ്ഥാപിതമായ വാഴൂർ പള്ളിയിൽ വൈദിക പട്ടമേറ്റ കരിങ്ങനാമറ്റത്തിൽ വന്ധ്യ KV മാത്യൂസ് കത്തനാറിന്റെ വരവോടെ വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അച്ഛന്റെ യുവത്വവും പ്രസരിപ്പും പ്രദേശവാസികളെ പള്ളിയിലേക്ക് ആകർഷിക്കുവാൻ തുടങ്ങി. ദൈവികത്വം തുളുമ്പി നിൽക്കുന്നതായിരുന്നു അച്ഛന്റെ ശുശ്രൂഷ ചടങ്ങുകൾ. വിശ്വാസികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു. ആരാധനാ സ്വാതന്ത്ര്യത്തിനായി പുതിയ ഒരു പള്ളി കൂടി വേണമെന്ന ആവശ്യം ശക്തമായി. പുതിയ പള്ളിക്കായി തന്റെ വസ്തു സൗജന്യമായി തരാമെന്ന് പട്ടശ്ശേരിൽ ഉതുപ്പ് എബ്രഹാം പറഞ്ഞെങ്കിലും ആ സൗജന്യം സ്വീകരിക്കാൻ അച്ഛൻ തയ്യാറായില്ല. പുതിയ പള്ളി എന്ന ആവശ്യമുന്നയിച്ച 40 കുടുംബങ്ങൾ ചേർന്ന് നിലത്തിനു ചെലവായ തുക നൽകി നെടുമാവിലെ ഭൂമി സ്വന്തമാക്കി പള്ളിക്കുന്നിൽ ഒരു ഓലപ്പുരയുണ്ടാക്കി. അതായിരുന്നു നെടുമാവ് സെന്റ് പോൾസ് ഓർത്തഡോക്സ്. ഒരിക്കൽ കൂടി നെടുമാവ് വലിയ പള്ളിയുടെ പരമോന്നത പുരസ്കാരം, പ്രഥമ പോൾസ് ഇൻ ഗോൾഡൻ പുരസ്കാരത്തിന് അർഹനായ ശ്രീ കണ്ടത്തിൽ യോഹന്നാൻ വർഗീസ് അവറുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മനുഷ്യസ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീ കണ്ടത്തിൽ യോഹന്നാൻ വർഗീസ് എല്ലാവിധ ആശംസകളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ കണ്ടത്തിൽ യോഹന്നാൻ വർഗീസ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് നന്ദി പറയുന്നു. കോട്ടയം ഭദ്രാസ അധിപൻ ഡോക്ടർ യോഹന്നാൻ മാർ ദിയസ്കോറസ് മെത്രോപ്പൊലീത്ത, സ്വാഗതമരുളിയ ഡോക്ടർ രാജൻ ജോർജ് പണിക്കർ പോത്തുകുഴി, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, വാഴൂരിൻ്റെ എല്ലാ ജനങ്ങളുമേ, വിശ്വാസികളെ, ഇന്ന് ഈ സ്ഥലത്ത് ഈ ഒരു അംഗീകാരം
ലഭിച്ച ദൈവകൃപയോർത്ത് ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന് എൻ്റെ ദൈവത്തിനെ ഞാൻ കോടാനുകോടി വാഴ്ത്തിപ്പാടുന്നു. അതോടൊപ്പം എൻ്റെ മാതാപിതാക്കളെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. വാങ്ങിപ്പോയിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും ഇപ്പോൾ ഓർക്കുകയാണ്. അവരെയെല്ലാം ഇപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കൃപയും അവരുടെയൊക്കെ പ്രാർത്ഥനയുമാണ് എൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലും. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് ഇടം കൈയും വലം കൈയും നിൽക്കുന്ന എല്ലാ സ്റ്റാഫും അവരുടെ എല്ലാം സഹായത്തോടാണ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അവരുടെ എല്ലാം സപ്പോർട്ടും അതുപോലെ എൻ്റെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ചേർന്നാണ് ഇന്ന് ഈ നിലയിൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ സ്റ്റേജിൽ ആദ്യ വാഴൂർ വലിയ പള്ളിയുടെ 100ാം വാർഷികത്തിൻ്റെ പോൾസൺ അവാർഡ് നേടാൻ എനിക്ക് യോഗ്യത നേടിത്തന്ന എല്ലാ കൃപയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ അവാർഡിലേക്ക് എന്നെ പരിഗണിച്ച വാഴൂർ പള്ളിയോടും വൈദികരോടും പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി, സെക്രട്ടറി, അതിലെ സഭാവിശ്വാസികൾ എല്ലാവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി സർ. നെടുമാവ് വലിയ പള്ളിയുടെ പരമോന്നത പുരസ്കാരം, പ്രഥമ പോൾസൺ ഗോൾഡൻ പുരസ്കാരം നേടിയതിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു. നെടുമാവ് വലിയ പള്ളി സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന യോഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചടങ്ങ് അവസാനിക്കുന്നതിന് മുന്നേ നന്ദി അർപ്പിക്കുന്നതിനായി നെടുമാവ് വലിയ പള്ളി വികാരി ഫാദർ കുര്യൻ സക്കറിയ പെരിയോർ മച്ചൻ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കോട്ടയം ഭദ്രാസനാധിപനും ഞങ്ങളുടെ വന്യ ഗുരുനാഥനുമായ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമനെ, അതോടൊപ്പം തന്നെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട യോഹന്നാൻ വർഗീസ് കണ്ടത്തിൽ, ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ലെൻസൻസ് കറിയാച്ചൻ, ശതാബ്ദിയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട രാജൻ ജോർജ് പണിക്കർ സാറ്, ഇടവകയുടെ കൈക്കാരൻ അജു, സെക്രട്ടറി എബി, പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ശതാബ്ദി കമ്മിറ്റി അംഗങ്ങൾ, ജോയിൻറ്റ് കൺവീനേഴ്സ്, പ്രിയ ഇടവകാംഗങ്ങളെ, ദേശനിവാസികളെ, നീണ്ട ഒരു നന്ദി രേഖപ്പെടുത്തുവാൻ സമയമില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഒറ്റവാക്കിൽ ഇടവകയെ കരുതുകയും ശതാബ്ദിയുടെ രക്ഷാധികാരിയായി വേണ്ടതായ എല്ലാ പിന്തുണയും നിർദ്ദേശങ്ങളും നൽകുകയും കൃത്യമായി അന്വേഷിച്ച് അതിന് വേണ്ടതായ രൂപമാറ്റമൊക്കെ വരുത്തി അതിന് ഏറ്റവും ഭംഗിയായ രീതിയിൽ കഴിഞ്ഞ മെയ് മാസം മുതൽ നാളിതുവരെ കൃത്യമായി കഷ്ടപ്പാടിൻ്റെയും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയും ഫലമായിട്ട് ഈ ശതാബ്ദിയുടെ ഈ സമാപനം വരെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമനസിനോട് ഇടവകയ്ക്കുള്ളതായ സ്നേഹവും കരുതലും ഉള്ളത് വളരെ വലുതാണ്. തൃപ്പാദത്തെങ്കിൽ ഒറ്റവാക്കിൽ അഭിമന്യ പിതാവിന് നന്ദിയും സ്നേഹവും സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ അസാന്നിധ്യം നമുക്കറിയാം. ശാരീരികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, യാത്രകൾ കൂടുതലാണ്. എങ്കിലും പിതാവിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മളോടൊപ്പമുണ്ട്.
നന്ദിയോടെ ഇടവകയും ഈ ദേശവും ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങിയ യോഹന്നാൻ വർഗീസ് കുഞ്ഞുമോനിച്ചാൻ കണ്ടത്തിൽ കുടുംബമാണ്. നമ്മുടെ ഇടവകയെ സ്നേഹിക്കുകയും കരുതുകയും വന്ന നാളെ മുതൽ ഞാൻ വന്ന നാളുകൾ പലപ്പോഴും പള്ളിയിലെ പല കാര്യങ്ങളിൽ വന്ന് സംബന്ധിക്കുകയും നല്ല സപ്പോർട്ടും പിന്തുണയും നല്ലതായിട്ട് കൃത്യമായിട്ട് പറഞ്ഞ് കരുതുകയും ചെയ്തു. ആ നിലയിലാണ് ഇന്നിങ്ങനെയുള്ള ഒരു ആദരവ് പോൾസിയൻ പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടതായ കൈത്താങ്ങൽ നൽകിയ യോഹന്നാൻ വർഗീസ് നമ്മുടെ വ്യവസായ പ്രമുഖനോടും കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളോടും അതിൻ്റെ നടത്തിപ്പുകാരോടുമുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകം ഒറ്റവാക്കിൽ അറിയിക്കുകയാണ്. ഇന്ന് ഇടവകയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട കൈക്കാരന് സെക്രട്ടറി പണിക്കർ സാറ് പറഞ്ഞു, പേര് സഹിതം ഉള്ളവർ ഓരോ കമ്മിറ്റിയിലും. ഈ കമ്മിറ്റി അംഗങ്ങളും ശതാബ്ദി കമ്മിറ്റി അംഗങ്ങളും ജോയിൻറ്റ് കൺവീനേഴ്സും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇടവക ജനങ്ങളും ഒത്തുചേർന്ന് ആലോചിച്ച് പല അവസരങ്ങളിൽ ഓരോ മീറ്റിങ്ങുകളും യോഗങ്ങളും കൂടി കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചാണ് ഈ മെയ് മാസം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇന്ന് സ്റ്റീഫൻ ദേവസിയുടെ ഈ പ്രോഗ്രാം സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്നവരെ ആലോചിച്ച് തന്നെ കൃത്യമായിട്ട് ചെയ്തു. ആ കഷ്ടപ്പാടുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് കൈക്കാരനെയും സെക്രട്ടറിയെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ശതാബ്ദി കമ്മിറ്റിയും ജോയിൻറ്റ് കൺവീനേഴ്സിനെയും ഫിനാൻസ് കമ്മിറ്റിയും പ്രിയപ്പെട്ട എല്ലാ ഇടവക വിശ്വാസികളും നന്ദിയോടെ ഇടവക ഓർക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടതായ കൈത്താങ്ങൽ നൽകിയ പോലീസ് മേധാവി SP ഷാഹുൽ ഹമീദ് സാറ്, കാഞ്ഞിരപ്പള്ളി DYSP അനിസാറ്, മണിമല CI ജയപ്രകാശ്, പള്ളിക്കത്തോട് CI സാംസൺ സാറ്, ഫയർഫോഴ്സ് ഓഫീസേഴ്സ്, ഇവരെയൊക്കെ നന്ദിയോടെ ഇന്നത്തെ പ്രോഗ്രാമിനും ഇന്നലെ റാസയും പെരുന്നാൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടതായ എല്ലാ സപ്പോർട്ടും നൽകി ഈ പ്രോഗ്രാം ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവരാനുള്ള സപ്പോർട്ടുകൾ നൽകിയ അവരെ നന്ദിയോടെ ഇടവക ഓർക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മ്യൂസീഷ്യനാണ് സ്റ്റീഫൻ ദേവസി. ഇന്ന് നമ്മളോടൊപ്പം ഈ സന്ധ്യയിൽ നമ്മുടെ മനസ്സുകളും ഒക്കെ നിറയുവാൻ നല്ല ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ സന്ധ്യയും നമുക്ക് നല്ല രീതിയിൽ പറയുവാൻ നല്ല രീതിയിലേക്ക് പോകുവാൻ ഇടവരട്ടെ. നന്ദിയോടെ അദ്ദേഹത്തെ ഓർക്കുന്നു. ഏറ്റവും മികച്ച സൗണ്ട് എഞ്ചിനീയർ ബഹുമാനപ്പെട്ട സമ്മി സാമുവേൽ, ഷോ ഡയറക്ടർ കേരളത്തിലെ ഏറ്റവും മികച്ച മനോരമയുടെയും സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള നിരവധി ഷോകൾ നടത്തിയ ബഹുമാനപ്പെട്ട NV അജിത്ത്, അത് ലൈറ്റുമായി കേരളത്തിലെ ഏറ്റവും മികച്ച മീഡിയ പ്രോ ടീം, ഏറ്റവും മികച്ച ശബ്ദ സംവിധാനം സൗണ്ട് ഒരുക്കുന്ന REC പ്രോ കൊച്ചി, ആ ടീം, ഇവരുടെ എല്ലാം സപ്പോർട്ടോടുകൂടിയാണ് ഇന്ന് ഈ പ്രോഗ്രാമുകൾ നടക്കുന്നത്. ഇവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിക്കുന്ന ഈ പ്രിയ ദേശനിവാസികൾ, നമുക്കറിയാം സാഹോദര്യം തുളുമ്പി നിൽക്കുന്ന ഈറ്റില്ലമാണ് ഈ നെടുമാവ് വാഴൂർ ദേശം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയ ദേശനിവാസികളെയും നന്ദിയോടെ ഇടവക ഓർക്കുന്നു. വന്നു ചേർന്ന ഏവരെയും നന്ദിയോടെ ഇടവക ഓർത്തുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നല്ല മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായും വളരെ നല്ലൊരു പ്രോഗ്രാമിലേക്ക് തന്നെയാണ് നമുക്കിനി പ്രവേശിക്കാനുള്ളത്. ഒരിക്കൽ കൂടി നെടുമാവ് വലിയ പള്ളി സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന യോഗം ഇവിടെ അവസാനിക്കുകയാണ്. ശതാബ്ദി ആഘോഷങ്ങൾ നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ ഓരോ പരിപാടിയുടെയും വിജയത്തിനായി അഹോരാത്രം പ്രയത്നിച്ച ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഉദ്ഘാടന യോഗത്തിന് എത്തിച്ചേരുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന യോഗം അവസാനിച്ചിരിക്കുന്നു.
അടുത്തതായാണ് ഇനി നമ്മൾ ഏവരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കുവാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഉദ്ഘാടന യോഗം നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ ഓരോ സ്പീച്ചിലും നമ്മൾ കേട്ടു, നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതിനല്ല, മറിച്ച് പാട്ടിനും ഇനി വേദിയിൽ വരാനായിട്ട് പോകുന്ന ഓരോ പെർഫോമൻസസിനുമാണ്. അതിലേക്കാണ് ഇനി നമ്മൾ ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ കടക്കുവാനായി പോകുന്നത്. ആൻഡ് ആസ് യു ക്യാൻ സീ, സ്റ്റേജിൽ വേദിയിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന കൾച്ചറൽ ബൊണാൻസയിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം വളരെ കൃത്യമായി നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സിംഗേഴ്സ് എല്ലാവരും വേദിയിലേക്ക് വരുന്നതിന് മുന്നേ വി ഹാവ് ടു മേക്ക് ദിസ് പെർഫെക്റ്റ് ഫോർ ദം. അതുകൊണ്ട് തന്നെ അല്പസമയം അറേഞ്ച്മെൻറ്റ്സിനായിട്ട് നമ്മൾ സ്റ്റേജ് വിട്ട് നൽകുകയാണ്. അതിനുശേഷം ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ ഉടൻ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. അല്പസമയം കാത്തിരിക്കാനായി ഒരിക്കൽ കൂടി ഏവരോടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഫോമൽ പരിപാടികളെല്ലാം നമ്മൾ അസലായിട്ട് അറ്റൻഡ് ചെയ്തു. ഇനി നമ്മുടെ ഗിയർ മാറാനുള്ള ടൈമാണ്. യഥാർത്ഥ പൂരം ഇനിയാണ് അരങ്ങേറാനായിട്ട് പോകുന്നതല്ലേ? യെസ്. ആൻഡ് ഐ ഹാവ് ഗോട്ട് വൺ ക്വസ്റ്റ്യൻ. ഒരൊറ്റ ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ആർ യു റെഡി? റെഡി ആണോ? മേക്ക് ദാറ്റ് മോർ ലൗഡർ. ആർ യു റെഡി എവരിബഡി? കൂടെ പാടാൻ റെഡിയാണോ? കൂടെ ഡാൻസ് കളിക്കാൻ റെഡിയാണോ? സോ ഷാൽ വി ബിഗിൻ? ആരംഭിക്കലാമോ? യെസ് യെസ്. ഇവിടെ ദാ ക്യാമറ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും ക്യാമറയ്ക്ക് ഹായ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. സോ വൈ ഡോണ്ട് വി ബിഗിൻ വിത്ത് ഗിവിംഗ് എ ബിഗ് ഹായ്? നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താലോ? സോ കം ഓൺ, വേവ് എ ബിഗ് ഹായ്. എവരിബഡി ടുഗദർ എ ബിഗ് ഹായ്. കം ഓൺ. യെസ്. ഓക്കേ. So here we are going to start with the perfect energy. And I know ഈ സ്റ്റേജിൽ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് കൃത്യമായ ധാരണയോട് കൂടി തന്നെയാണ് സ്റ്റേജിൽ ഞാൻ വന്നതും നിങ്ങളെ വെൽക്കം ചെയ്തതും. ആൻഡ് നൗ അദ്ദേഹത്തിന് യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ല. മലയാളികൾക്കിടയിൽ ഒരു മുഖവരെയും ആവശ്യമില്ലാത്ത താരം തന്നെയാണ്. ബട്ട് സ്റ്റിൽ I have got something very, very, very special to say about that one personality. ഈ ലോകത്ത് തന്നെ, നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഈ ലോകത്ത് തന്നെ 3 മാർപ്പാപ്പമാരുടെ മുന്നിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരേ ഒരു ആർട്ടിസ്റ്റാണ്. അതുകൂടാതെ കഴിഞ്ഞ മാസം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിലും അദ്ദേഹം പെർഫോം ചെയ്തു. കേരള നിയമസഭയിലും അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. And you know who I am talking about? ആരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്? കീബോർഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ വിത്തൗട്ട് എനി ഡൗട്ട് ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന താരമാണ്, ആർട്ടിസ്റ്റാണ്. കീബോർഡിൽ മായാജാലം തീർത്ത് ഇന്ന് നിങ്ങളെ മുഴുവൻ ആവേശത്തിൽ ആഴ്ത്താൻ സ്റ്റേജിലേക്ക് വരുന്ന താരം ആരാണ്? ഞാൻ പറയുന്നില്ല, നിങ്ങളാണ് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പോകുന്നത്. So come on everybody, 3, 2, 1. Who's going to come on stage? Absolutely, we are ready to welcome Stephen Devasey and his team on stage. And അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത്ര നേരം കൈയടിച്ചു, ടാറ്റ തന്നു. പക്ഷേ I want you to scream. നിങ്ങളുടെ എനർജിയോട് കൂടി വേണം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ. So with all of you to scream your lungs out. ഇതുവരെ നിങ്ങൾ എടുത്ത് ഒച്ചയ്ക്ക് മേലെ വേണം ഇനി ലൗഡ് ചെയ്യാനായിട്ട്, ഷൗട്ട് ചെയ്യാനായിട്ട്. So come on, grabbing all the energy. എല്ലാ ആവേശത്തോടു കൂടിയും everybody together on the count of 3, 2, 1. Yes. So now നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന സെന്റിനറി ഫിയസ്റ്റ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. Be ready to rock the party and here we go. എസേക്കിയേൽ 25:17 പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാണ്. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും.
എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. ഒരു റിയാലിറ്റി ഷോയിലൂടെ ജീവിതവും ജീവിത സഖിയെയും നേടിയ താരം ലിബിൻ സ്കറിയ. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയിരിൻ ചാരത്തോ. ഷോ വിന്നറായ ശേഷം സിനിമയിലും സ്റ്റേജിലും നിരവധി അവസരങ്ങൾ, സ്വന്തം മ്യൂസിക് ബാൻഡ്, ആൽബങ്ങൾ. പാൽവർണ്ണ കുതിരമേലിരുന്നൊരു തന്നിത പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ. പണ്ടത്തെ ചരിതത്തിൽ സഹതായ പോലവൻ തായാടാൻ മനസ്സുകൊണ്ടൊരുക്കമായി. ആലാപനത്തിലെ കറകളഞ്ഞ പെർഫെക്ഷന് ഇന്ന് ലോകമെമ്പാടും ആയിരക്കണക്കിനാണ് ആരാധകർ. പല സിനിമകളും വരാനിരിക്കുന്നു. സ്വാഗതം ചെയ്യാം പുതിയ കാലത്തിന്റെ സുന്ദരനാദം ലിബിൻ സ്കറിയ. ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ. ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ
എന്ന നാമം പൊരുളേ ഉലകിൻ നാദിയേ ഇരുളിൻ
ഒരുപാട് നന്ദി. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു വേദിയിൽ, ഇത്രയും ഒരു വലിയൊരു ജനാവലിയുടെ മുന്നിൽ വന്ന് ഈ ഒരു പരിപാവനമായ വേദിയിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് ഗാനങ്ങൾ പാടിത്തരാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനിയും ഒരുപാട് അടിപൊളി പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത പെർഫോമൻസിലേക്ക് പോവാണ്. താങ്ക് യു സോ മച്ച്. ആലാപനത്തിലെ അടിപൊളിത്താരം, ഒപ്പം കീബോർഡ് പ്രോഗ്രാമർ, സംഗീത സംവിധായകൻ, യുവഗായകനായ സാംസൺ സിൽവയ്ക്ക് നാളെയുടെ മിന്നും താരമായി മാറാനുള്ള സവിശേഷതകൾ ഏറെയാണ്. ബേക്കറി ജംഗ്ഷൻ ബാൻഡിലെ സീറ്റ് എഡ്ജർ ഗായകനാണ് സാംസൺ സിൽവ. സാംസൺ സിൽവയുടെ ആൽബങ്ങൾക്കും ആരാധകർ ഏറെയാണ്. ജൂലൈയിൽ ഇറങ്ങിയ തിരതാളം വൻ ഹിറ്റായി. രാജാതിരാജനേ എന്റെ മാർഗദീപമേ, എൻ ജീവധാരയിൽ ചൈതന്യമാകണേ, പുൽക്കൂട്ടിലെ പൊൻപായയിൽ കനിവായി വാഴണേ. സാഫല്യമം സർവലോകർക്കും നന്മയേകും കാരുണ്യമം ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമം സർവലോകർക്കും നന്മയേകും കാരുണ്യമം ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. മണ്ണിൽ താരകൾ പുഞ്ചിരി തൂകി, മണ്ണിൽ ഗോത്രങ്ങൾ പാടി, അവൻ പള്ളിക്കച്ചയണിഞ്ഞുകൊൾ കണ്ണും ചിന്നി തുറന്നു കുഞ്ഞിക്കാലിട്ടടിക്കുകയായി, എന്നും ആഘോഷമുണരുകയായി. നിന്റെ ദർശന സാഫല്യമം സർവലോകർക്കും നന്മയേകും കാരുണ്യമം ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. എല്ലാവർക്കും കൈയടിച്ച് കാണാം. Everybody, come on. Very good. ദൂരെ നിന്നും വന്നെത്തി, സമ്പാദ്യങ്ങൾ കൊണ്ടെത്തി, രാജാക്കന്മാർ ഒന്നായി വാഴ്ത്തിപ്പാടി ഹല്ലേലൂയ. എന്നും നിന്റെ ലോകത്താൽ എന്നുമെല്ലാം പാട്ടുന്നേ, എന്നും നിന്റെ സ്നേഹത്തിൽ. രാജാതിരാജനേ എന്റെ മാർഗദീപമേ, ചൈതന്യമാകണേ, പുൽക്കൂട്ടിലെ പുൽപ്പായലേ കവിതായി വാഴണേ. എല്ലാവരും പാടിക്കേ. മത്താപ്പ് പൂക്കുത്തി കമ്പിത്തിരി. കുറച്ചുകൂടെ. 1 2 3 4. മത്താപ്പ് പൂക്കുത്തി കമ്പിത്തിരി. കൈയടിച്ചോണ്ട്. മത്താപ്പ് പൂക്കുത്തി കമ്പിത്തിരി, മത്താപ്പ് പൂക്കുത്തി കമ്പിത്തിരി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമം സർവലോകർക്കും നന്മയേകും കാരുണ്യമം ബത്ലഹേമിന്റെ മാറിലൊരായി പിറന്നല്ലോ.
കൊണ്ടുണ്ണിക്കാലിട്ടടിക്കുകയായി ഇന്നും ആഘോഷമുണരുകയായി അവൻ പള്ളിക്കക്ഷകളിൽ കൊണ്ടുണ്ണി ചിമ്മിത്തി വന്നു കൊണ്ടുണ്ണിക്കാലിട്ടടിക്കുകയായി ഇന്നും ആഘോഷം ഉണരുകയായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി. ഇത്രയും നല്ലൊരു ക്രൗഡിൻ്റെ മുമ്പിൽ വന്ന് ഇത്രയും പരിപാവനമായ ഈ ഒരു സന്നിധിയിൽ വന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് സംസാരിക്കുന്നില്ല, ഒരുപാട് പേര് വരാനുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് അതിഥികൾ വരാനുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വഴി മാറി കിടക്കുന്നു. അപ്പോൾ നല്ലൊരു കൈയടി എല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
നെടുമാവ് സുഖമാണോ? ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാർക്കും, എല്ലാ സെൻറ്റ് പോൾസ് വലിയ പള്ളിയിലെ കർമ്മികത്വം വഹിക്കുന്നവർക്കും, ഈ പള്ളിയിലെ എല്ലാ മെമ്പേഴ്സിനും, പിന്നെ നെടുമാവ് നാട്ടുകാരും, എന്നെ കേൾക്കുന്ന അച്ഛനമ്മമാർ, അനിയന്മാർ, അനിയത്തിമാർ, എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും എൻ്റെയും ഈ ഗ്രൂപ്പിൻ്റെയും വിലയേറിയ സ്നേഹവന്ദനം. ഞാൻ ഈ വഴി കൂടെ ഒക്കെ പോയിട്ടുണ്ട് തോന്നുന്നു, പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ഈ പള്ളിയുടെ 100ാം വാർഷികമാണ് ഞാൻ അവിടെ നിന്ന് കേട്ടു. ഗോഡ് ബ്ലെസ് യു ആൾ. എല്ലാവരും അവരുടേതായ തിരക്കിലൊക്കെ ഓടുന്ന സമയത്ത് നമ്മളൊക്കെ സ്ട്രെസ്സും നമുക്കൊരു രക്ഷകനായിട്ടിരിക്കുന്ന യേശുവും ഒക്കെയുള്ള ഈ ഒരു ഭൂമിയിൽ പ്രത്യേകിച്ച് അച്ഛന്മാർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അവരെയൊക്കെ സഹായിക്കാനും അവരെ പല ഓരോരോ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന അച്ഛന്മാരും ഇങ്ങനെയുള്ള പള്ളികളൊക്കെയാണ് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന ആ ഒരു വലിയ പള്ളി 100 വർഷം ആഘോഷിക്കുന്നത് വലിയൊരു കാര്യമാണ്. സോ കീപ് ഗോയിങ് ഫാദേഴ്സ് ആൻഡ് ഓൾ ദ ചർച്ച് മെമ്പേഴ്സ്. എല്ലാവർക്കും ഇനി വലിയ വലിയ ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും ഗംഭീരമായിട്ട് ഈ പള്ളി പോട്ടെ. ഞാൻ ഈ വർഷത്തെ ഞങ്ങളുടെ ഒരു US ടൂർ ഓർത്തഡോക്സ് പള്ളിക്കാരാണ് കൂടുതൽ നമ്മുടെ പ്രോഗ്രാം എടുത്തിരിക്കുന്നത്. ഞാനും MG ശ്രീകുമാരനും പിന്നെ പിഷാരടിയൊക്കെ കൂടെ. അപ്പോൾ ഓർത്തഡോക്സ് പള്ളിക്കാരായിട്ട് ഇപ്പോഴാണ് കൂടുതൽ ബന്ധം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നെടുമാവ് ഇനി അധികം സംസാരിച്ച് ഞാൻ കൊളാക്കണില്ല, നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടാം. ഇവിടെ ജാക്സണും രേഷ്മ ആദ്യമായിട്ടാണ് ഗോസ്പിൾ പാടുന്നത് കേൾക്കുന്നത്. ആൻഡ് ലിബിൻ, എല്ലാവരും ഗോസ്പിൾ പാടി. ഞാനൊരു പാട്ട് പാടിയാൽ ശരിയാവൂലേ? എല്ലാവരും സുധേൻ തിയേറ്ററിൽ കൈകൊട്ടിക്കുന്നത്. ഈ മോകാക്കം കണ്ടിട്ടുണ്ടാവും, ഒന്ന് എണീച്ച് തന്നാൽ കാണാൻ പറ്റും. എല്ലാ പ്രോഗ്രാമിലും പ്രത്യേകിച്ച് ഏഷ്യാനെത്തെ സ്റ്റാർ സിംഗർ ഇവർ വാങ്ങിയിരിക്കുകയാണ്. ശരിയാക്കി തരാം. ഓക്കെ, അപ്പോൾ ഒരു പാട്ട്, നിങ്ങൾക്ക് അറിയണ ഒരു പാട്ട് പാടിയാലോ? ആ കൂടെ എനിക്ക് 2 പാട്ട് പാടാൻ അറിയുള്ളൂ ഗോസ്പല്. അപ്പോൾ ആ 2 പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ട് നമുക്കൊന്ന് പാടാം. ഷിനു ഓൺ ദ കീബോർഡ്സ്. എല്ലാവർക്കും കൈകൊട്ടാം. അമേസിംഗ് കീബോർഡ് പ്ലെയർ ആണ് കേട്ടോ അദ്ദേഹം. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും കൃപാവിതേ. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും കൃപാവിതേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നിർമ്മാവാ കൂടെ പാടും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയും എൻ്റെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ഒന്നുകൂടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ
സമ്പത്തിൽ മയങ്ങാതെ മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോ നെടുമാവ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം ശിവനുമാവ്. കോടിതൻ ദൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടിതൻ ദൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു.